My dear students, Dr. James Taylor Ken രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 147 എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഒപ്പിയം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഔഷധമാണ്. ഒരു മയക്കുമരുന്നുകളുടെ നർക്കോട്ടിക്സിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഔഷധമാണ്. എന്നാൽ ഹോമിയോപ്പതിയിൽ വളരെ വിപുലമായ, വളരെ ശക്തമായ ആപ്ലിക്കേഷൻസ് ഉള്ളൊരു ഔഷധമാണ്. അതിൻ്റെ അറിയപ്പെടാത്ത നിരവധി വശങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ കെൻറ്റ് വിശദീകരിക്കുന്നുണ്ട്. അതിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. Among the striking features of opium is a class of complaints marked by painlessness, inactivity and torpor. ഒപ്പിയം കംപ്ലൈൻസിൻ്റെ ഒരു രത്നച്ചുരുക്കം 3 കാറ്റഗറിയിലായിട്ട് പറയുകയാണ്. എന്താണ്? പെയിൻലെസ്നെസ്, വേദനയില്ലാത്ത അവസ്ഥ. ഒരു മനുഷ്യൻ ചില സാഹചര്യങ്ങളിൽ വേദന അനുഭവിക്കേണ്ടി വരും. മനുഷ്യനെന്നല്ല, ഏത് ജീവിയും. അങ്ങനെ സ്വാഭാവികമായിട്ട് വേദന അനുഭവിക്കേണ്ടി വരുന്നൊരു ഘട്ടത്തിൽ പോലും വേദന ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അത് അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ പെയിൻലെസ്നെസ് ഉണ്ട്. ഇനാക്ടിവിറ്റി, ഒരുതരം നിഷ്ക്രിയാവസ്ഥ. ആക്റ്റീവ് ആകേണ്ടതിന് പകരം, അല്ലെങ്കിൽ മസിൽസും മറ്റുമൊക്കെ ചില സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം, അതിൻ്റെ ജൈവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടതിന് പകരം പ്രവർത്തിക്കാതിരിക്കുന്നൊരവസ്ഥ. മറ്റൊന്ന് ടോർപ്പർ എന്ന് പറയുന്നതും ഇനാക്ടിവിറ്റി തന്നെ. അത് മാനസികമാകാം, ശാരീരികമാകാം. കൂടുതലും മാനസികമായ ഇനാക്ടിവിറ്റി. അപ്പോൾ ഇനാക്ടിവിറ്റിയുടെ എല്ലാ മണ്ഡലങ്ങളെയും അത് കവർ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ വേദനയില്ലായ്മ, നാഡികളുടെ ഒരു മന്ദീഭവിച്ചൊരവസ്ഥ എന്നുള്ളതാണ്. Many of the provers taking small doses had torpor, inability to realize or feel their surroundings, or to taking the nature of states and judge the things. അപ്പോൾ സാഹചര്യങ്ങളെ വിലയിരുത്താനും അതിനോട് പ്രതികരിക്കാനും അതിനുള്ള സംവേദനക്ഷമതയും ഒക്കെ നഷ്ടപ്പെട്ടൊരവസ്ഥ. എങ്ങനെയാണ്? പ്രൂവിങ്ങിൽ ചെറിയ ഡോസ് എടുത്തവർ. വേറൊരു അവസ്ഥ കൂടി പറയുന്നുണ്ട്. ഇവിടെ ചെറിയ ഡോസുകൾ എടുത്ത് പ്രൂവ് ചെയ്യുന്ന ആളുകളിൽ ഈ ടോർപ്പറുണ്ട്. അതായത് ശാരീരികവും മാനസികമായിട്ടുള്ള ഇനാക്ടിവിറ്റി. പിന്നെ പരിസരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ. നമ്മൾ ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളത് ആരോഗ്യമുള്ളൊരു വ്യക്തിയുടെ ഒരു അവസ്ഥയാണ്. അത് പറ്റുന്നില്ല, അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒപ്പിയം പോയ്സണിങ്ങിൻ്റെ ഒരവസ്ഥയാണ്. ഒപ്പിയം കറുപ്പ് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണത്. പരിസരബോധമില്ലാതെയുള്ള പെരുമാറ്റവും മറ്റുമൊക്കെ. ഓർ ടു ടേക്ക് ഇൻ ദ നേച്ചർ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ജഡ്ജ് തിങ്സ്. സാഹചര്യങ്ങളെ മനസ്സിലാക്കി ആ സാഹചര്യങ്ങളെ ജഡ്ജ് ചെയ്യുക, അതിനെ വിലയിരുത്താനുള്ളൊരു കഴിവും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഡിസെപ്ഷൻ ഇൻ വിഷൻ, കാഴ്ചകൾ നിങ്ങളെ വഞ്ചിക്കുന്നൊരവസ്ഥ. അതായത് കാഴ്ചകൾ യഥാർത്ഥ വസ്തുക്കളെ, യഥാർത്ഥ ഒബ്ജക്ട്സിനെ കാണാതെ തെറ്റായ കാഴ്ചകളെ ഡിസ്റ്റോർട്ട് ചെയ്ത്, അതായത് കാഴ്ചകൾ ആ കാണുന്നവനെ വഞ്ചിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഒരു അപകടകരമായ സാഹചര്യമുണ്ട്. ഒരു കുഴിയുണ്ട്, ഒരു പുഴയോ തോടോ ജലാശയമുണ്ട്. ആ കാഴ്ച മനസ്സിലാക്കി അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അങ്ങോട്ട് പോകും. അപ്പോൾ കാഴ്ചകൾ വഞ്ചിക്കുന്നത്, അതാണ് ഡിസെപ്ഷൻ ഇൻ വിഷൻ. ടേസ്റ്റ്, രുചികൾ അങ്ങനെ ഡിസെപ്ഷൻ ഉണ്ട്. സ്പർശനം, ഡിസെപ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഹി എക്സിസ്റ്റിംഗ്. നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, നമ്മളെ സാഹചര്യങ്ങൾ നമ്മളെ വഞ്ചിക്കുന്നു. പരിസരങ്ങൾ നമ്മൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. നമ്മൾ നിശബ്ദമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒച്ചപ്പാടുണ്ടാക്കുക, ശബ്ദം ഉയർത്തേണ്ട സാഹചര്യത്തിൽ അത് ചെയ്യാതിരിക്കുക. അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ പറ്റാതെ സാഹചര്യങ്ങളും കാഴ്ചകളും സംവേദനങ്ങളും എല്ലാം ആ വ്യക്തിയെ വഞ്ചിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇൻ ഹിസ് ഓൺ റിയലൈസേഷൻ എ പെർവേർഷൻ ഓഫ് ഓൾ ദ സെൻസസ് വിത്ത് മച്ച് ഡിസെപ്ഷൻ. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഒരു പെർവേർട്ടഡ് അവസ്ഥ. എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ പ്രവർത്തന രീതി മാറിപ്പോയി, എല്ലാം പെർവേർട്ടഡാണ്. ചിലത് അമിതമായിട്ട് പ്രവർത്തിക്കുന്നു, ചിലത് പ്രവർത്തിക്കാതിരിക്കുന്നു. അങ്ങനെയുള്ള പെർവേർഷൻ രണ്ടും ആകാം. അങ്ങനെ വരുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം സ്പർശനം, കേൾവി, കാഴ്ച, ഗന്ധം, ഇല്ലാത്ത ഗന്ധങ്ങൾ, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത ഗന്ധങ്ങൾ അറിയുക. അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം ഈ വ്യക്തിയെ
അല്ലെ ഒപ്പിയം പേഷ്യൻറ്റിനെ വഞ്ചിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന, വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യം. ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഈസ് പെയിൻലെസ്നെസ്. അപ്പോൾ ഒപ്പിയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം, പൊതു തനിമ എന്ന് പറയുന്നത് വേദനയില്ലാത്ത അവസ്ഥ, വേദനകൾ അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒപ്പിയത്തിനെ ഒരു വേദനാസംഹാരിയായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലും ക്യാൻസർ പോലുള്ളൊരു ടെർമിനൽ സ്റ്റേജിലും മറ്റുമൊക്കെ ഒപ്പിയം ഉപയോഗിച്ചിരുന്നു. പിന്നീട് മറ്റ് റിഫൈൻഡ് സാധനങ്ങൾ വന്നിട്ടാണ് ഒപ്പിയം ഒഴിവാക്കിയത്. സർജറിക്ക് പണ്ട് കാലത്ത് സർജറിയുടെയൊക്കെ ആദ്യകാലത്ത് മയക്കാനായിട്ട് ഒപ്പിയം ഉപയോഗിച്ചിരുന്നു. കാരണം അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പെയിൻലെസ്നെസ്, വേദനയില്ലാത്ത അവസ്ഥ. ബട്ട് നൗ ആൻഡ് ദെൻ ആൻ ഓൾട്ടർനേറ്റ് സ്റ്റേറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് എ സ്മോൾ ഡോസ് ഓഫ് ഒപ്പിയം വിൽ കോസ് പെയിൻ. ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് കണ്ടീഷൻ ചെറിയ ഡോസ് ഒപ്പിയം, ഇപ്പോൾ ഈ മയക്കാൻ വേണ്ടി കൊടുക്കുന്ന ലാർജ് ഡോസസ് അല്ല, ചെറിയ ഡോസ് ഒപ്പിയം കൊടുക്കുമ്പോൾ വേദന ഉണ്ടാകുന്ന അവസ്ഥ, ഓൾട്ടർനേറ്റ് സ്റ്റേറ്റും ഉണ്ടാകാം ഒപ്പിയത്തിൽ. ദാറ്റ് വിൽ കോസ് പെയിൻ, അത് വേദന ഉണ്ടാക്കും. സ്ലീപ്ലെസ്നെസ് ഉണ്ടാക്കും, ഉറക്കമില്ലായ്മ, മയങ്ങുന്നതിന് പകരം മയക്കമില്ലാത്ത സാധാരണ ഉറക്കം പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാം. ഇൻകോയിറ്റിറ്റ്യൂഡ്, അതും വരാം. റെസ്റ്റ്ലെസ്നെസ്, ഇൻകോയിറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശാന്തമായിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. റെസ്റ്റ്ലെസ്നെസ്സിലേക്ക് വരുന്നില്ല, പക്ഷേ ശാന്തമായിരിക്കാൻ പറ്റുന്നില്ല, അതാണ് ഇൻകോയിറ്റിറ്റ്യൂഡ്. നെർവസ് എക്സൈറ്റബിലിറ്റി, നാഡികൾ വളരെ ഉത്തേജിത അവസ്ഥയിലാവുന്നു. ദ വെരി ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ഫ്രം ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മെജോറിറ്റി ഓഫ് കേസസ്. ഭൂരിപക്ഷം കേസുകളിലും ഈ പറയുന്ന അവസ്ഥയല്ല, ഇതിൻ്റെ എതിരായിട്ടുള്ള അവസ്ഥയാണ് ഭൂരിപക്ഷം കേസുകളും ഉണ്ടാകുന്നത്. പക്ഷേ എക്സെപ്ഷണലായിട്ട് ഇങ്ങനെയും വരാം. ദ മെജോറിറ്റി ആർ കോൺസ്റ്റിപ്പേറ്റഡ് ബട്ട് ഇൻ സം ദർ ഇസ് ഡിസെൻട്രി ആൻഡ് ടെനസ്മസ്. അപ്പോൾ ഒപ്പിയത്തിൻ്റെ പൊതു അവസ്ഥയിൽ മലശോധനയായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിപ്പേഷനാണ്. ആ കാര്യത്തിൽ എനിക്കും ചെറിയൊരു അനുഭവമുണ്ട്, പിന്നീട് ഞാൻ പറയാം. കോൺസ്റ്റിപ്പേഷനാണ് വരുന്നത്. എന്നാൽ പോലും ഡയറിയയും ടെനസ്മസ്, ഇടയ്ക്കിടയ്ക്ക് കക്കൂസിൽ പോകണമെന്നുള്ള തോന്നൽ, അതുകൊണ്ടാകാം. അപ്പോൾ എക്സെപ്ഷൻ ഇത് എല്ലാത്തിനും ഉണ്ട്. എക്സ്ട്രീംസിലേക്ക് പോകുന്നുണ്ട്, എന്നാൽ മറ്റേ എക്സ്ട്രീം അത്രയ്ക്ക് രൂക്ഷമായിട്ടല്ല, പരിമിതമായ തോതിലെങ്കിലും ഉണ്ട്. ദ പേഷ്യൻ്റ് ഈസ് സ്ലീപ്പി അറ്റ് ടൈംസ്. ദ ഡ്രഗ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്ലീപ്ലെസ് നൈറ്റ്സ്. ഇവിടെയും ഒരു ഓപ്പോസിറ്റ് എക്സ്ട്രീമിലേക്ക് അല്ലെങ്കിലും അതിൻ്റെ ഒരു കുറച്ച് ഭാഗത്തോളം, ഒരു എക്സ്റ്റൻറ്റോളം പോകുന്നുണ്ട്. സ്ലീപ്പിയാണ് പൊതുവേ. ഒപ്പിയം കഴിച്ചു കഴിഞ്ഞാൽ മയങ്ങി കിടക്കും. പക്ഷേ ഒപ്പിയം പേഷ്യൻസിന് ഉറക്കമില്ലായ്മയും ഉണ്ടാകാം ഒരു പരിധിവരെ. ആങ്സൈറ്റി, ഇൻക്രീസ് സെൻസിറ്റീവ്നെസ് ടു നോയ്സ്, ശബ്ദത്തോട് കൂടുതൽ സംവേദനക്ഷമത. ഉത്കണ്ഠ, ആങ്സൈറ്റി, ഉത്കണ്ഠയൊക്കെ ഇല്ലാതെ ഒരു നിർവികാരാവസ്ഥയാണ് പൊതുവെ ഉള്ളത്. എന്നാൽ പോലും ചില കണ്ടീഷൻസിൽ ഉത്കണ്ഠയും വരാം. ഉത്കണ്ഠ വന്നുകൊണ്ടുകൊണ്ട് അയാൾ ഒപ്പിയം പേഷ്യൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ഇൻക്രീസ് സെൻസിറ്റിവിറ്റി ടു നോയ്സിനെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഹി സേസ് ഹി ക്യാൻ ഓൾമോസ്റ്റ് ഹിയർ ദ ഫ്ലൈസ് വാക്കിംഗ് ഓൺ ദ വാൾ. മതിലിൽ ഒരു ചെറിയൊരു പ്രാണി ഇങ്ങനെ സഞ്ചരിക്കുന്നു. സാധാരണഗതിയിൽ അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. വളരെ അത്രയ്ക്ക് സെൻസിറ്റീവായ മൈക്രോഫോൺസ് വല്ലതും വെച്ചാലേ അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇയാൾ പറയുന്നത് ഒരു മതിലിലൂടെ ഒരു ചെറിയൊരു പ്രാണി നിറച്ചു പോയിക്കാൻ അതിൻ്റെ ശബ്ദങ്ങൾക്ക് കേൾക്കാമെന്ന് പറയുന്നു. ആൻഡ് ഹിയേഴ്സ് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് ഇൻ ദ ഡിസ്റ്റൻസ് സ്റ്റീപ്പിൾ. വളരെ വിദൂരമായിട്ടുള്ള ഒരു സ്റ്റീപ്പിൾ എന്ന് വെച്ചാൽ ഈ പള്ളിയുടെ മണിഗോപുരം, അല്ലെങ്കിൽ ഒരു മണി, വളരെ വിദൂരത്തു നിന്നുള്ളൊരു മണിനാദം. സാധാരണഗതിയിൽ അത് കേൾക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് കേൾക്കുന്നു. പക്ഷേ ഇയാൾക്കത് കൃത്യമായിട്ട് കേൾക്കാം. ഇത് പറഞ്ഞപ്പോൾ ഇത് ഞാൻ വായിച്ച സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് വെൻട്രിലോക്കിസം എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട്. ഞാനതിനെക്കുറിച്ച് കേൾക്കുന്നത് ഒരു ഭൗതിക കൗതുകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ലക്ഷക്കണക്കിന് കോപ്പികൾ മലയാളത്തിലും വിറ്റിട്ടുള്ളതാണ്. അത് റഷ്യൻ ബുക്കാണ്. യാക്കോവ് പെരൽമാൻ എഴുതിയത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫിസിക്സ് ട്യൂഷൻ അധ്യാപകനായിരുന്ന മഹേശ്വരൻ മാസ്റ്റർ, എന്നെ ഫിസിക്സിലേക്ക് ജ്ഞാനസ്നാനപ്പെടുത്തിയ വ്യക്തി, എന്നെ ഏറ്റവും കൂടുതൽ ഇന്നും ആദരിക്കുന്ന അധ്യാപകൻ, അദ്ദേഹം എനിക്ക് സമ്മാനമായിട്ട് തന്ന ആ പുസ്തകം. അതിൽ ശബ്ദത്തെക്കുറിച്ചുള്ള കൗതുകകരമായ വിവരങ്ങളുടെ കൂട്ടത്തിൽ ഈ വെൻട്രിലോക്കിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു നിസ്സാര ശബ്ദം, ഒരു തവള അല്ലെങ്കിൽ ഒരു ചീവിയോട് കരയുന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് ഇടിമുഴക്കമാണെന്ന് തോന്നും. ഒരു എക്സാജറേഷനാണ്. ഈ കേൾവി എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തെ എക്സാജറേറ്റ് ചെയ്യുന്നു. വെൻട്രിലോക്കിസം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണാം അതിനെക്കുറിച്ച്. ഈ വെൻട്രിലോക്കിസം ഉള്ള ഒരാളെ ഞാനത് അന്വേഷിച്ച് നോക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. വെൻട്രിലോക്കിസം ഉള്ള ഒരാളെ, അയാൾക്ക് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ
ആ വീട്ടിൽ ചെറിയ കുഞ്ഞു തവള, ഒരു പഴയൊരു വീടാണ് ഉണ്ടായിരുന്നു. ഈ തവള ഇരുന്ന് ചെറിയൊരു ശബ്ദം. ഇയാൾ പറയുന്നത് പുറത്ത് ഇടിമുഴങ്ങുന്നു. എന്താ ഇപ്പോൾ ഇടിമുഴങ്ങാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയും ഇടിമുഴങ്ങൊന്നും ഇല്ലല്ലോ. പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി വെൻട്രലോക്കിസം ഉണ്ടെന്നു. അന്വേഷിച്ച് വന്നപ്പോൾ ആ മുറിയുടെ മൂലക്ക് ഒരു ചെറിയൊരു തവള ഇരിപ്പുണ്ട്. ആ തവള ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ഇയാൾ ഇടിമുഴക്കമെന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ചെറിയ ശബ്ദങ്ങൾ പോലും വല്ലാതെ പെരുപ്പിച്ച് എക്സാജറേറ്റ് ചെയ്ത് കാണുന്നു. ഇറ്റ് ഈസ് ജനറലി സപ്പോസ് ദാറ്റ് ഇൻ ദീസ് ഓപ്പോസിറ്റ് കണ്ടീഷൻസ് വൺ ഈസ് പ്രൈമറി ആൻഡ് ദ അതർ ഈസ് സെക്കൻഡറി. അപ്പോൾ ഈ ഒരു എക്സ്ട്രീം കണ്ടീഷൻസിൽ ഒന്ന് പ്രൈമറി സ്റ്റേജും മറ്റത് സെക്കൻഡറി സ്റ്റേജും. തെറാപ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ഒന്നിനെ പ്രൈമറി ആയിട്ടും മറ്റൊന്ന് സെക്കൻഡറി ആയിട്ടും എടുക്കാം. പ്രൂവിങ്ങിൽ തന്നെ ചെറിയ ഡോസ് കൊടുത്ത് പ്രൂവ് ചെയ്തപ്പോഴും വലിയ ഡോസ് കൊടുത്ത് പ്രൂവ് ചെയ്തപ്പോഴും ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രൈമറി സെക്കൻഡറി സ്റ്റേറ്റ്സ് വന്നതായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ചികിത്സയുടെ കാര്യത്തിൽ ആ തരത്തിൽ വേണം അതിനെ കാണാൻ. ദിസ് ഇസ് ട്രൂ. എക്സാമ്പിൾ, ദോസ് എക്സിബിറ്റിംഗ് സ്റ്റൂപ്പർ ആൻഡ് പെയിൻലെസ്നെസ് വിൽ ഗോ ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻസെൻസിബിലിറ്റി. അപ്പോൾ വല്ലാതെ മന്ദിച്ച അവസ്ഥ, സ്റ്റൂപ്പർ, വേദനയില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ളവർ സെൻസിബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, ഇൻകോയറ്റിറ്റ്യൂഡ്, ശാന്തമായിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, ആങ്സൈറ്റി, ഉത്കണ്ഠയിലേക്കൊക്കെ മാറും. അപ്പോൾ അതൊരു സെക്കൻഡറി എഫക്റ്റായിട്ട് തന്നെ എടുക്കണം. നമ്മൾ എക്സ്ട്രീംസ് എന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള വാക്ക് സെക്കൻഡറി സ്റ്റേജ്. ആൻഡ് ഓൾസോ വിൽ ഹാവ് എ ഡോസൈൽ സ്റ്റേറ്റ് ഫോളോവിങ്. കുറച്ച് കഴിയുമ്പോൾ ഡോസൈൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സബ്മിസീവ് സ്റ്റേറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹികമായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് അപകടകരമായ അവസ്ഥയാണ്. ആളുകളെ മയക്കുമരുന്ന് കൊടുത്ത് കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ സ്റ്റേറ്റ് ഓഫ് ഡോസിലിറ്റി, ഡോസൈൽ സ്റ്റേറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ഡോസൈൽ സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് എന്ത് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അയാൾ ചെയ്യുന്നതിനെക്കുറിച്ച് അവെയർ ആയിരിക്കില്ല. ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ അപകടകരമായൊരു ജോലി അത് ചെയ്യിക്കാം. ഇപ്പോൾ ക്രിമിനൽ ഗ്യാങ്ങുകൾ ഇതേപോലെ ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ്, അതേപോലുള്ള ഇപ്പോൾ അതിനേക്കാൾ റിഫൈൻഡ് ആയിട്ടുള്ള MDMA ഒക്കെ പറയുന്ന ലഹരി വസ്തുക്കളുണ്ട്. അത് കൊടുത്തുകൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഡോസിലിറ്റി, ഒരു ഡോസൈൽ സ്റ്റേറ്റും തുടർന്ന് വരാം. അല്ലാതെ ആൾ വല്ലാതെ സബ്മിസീവ് ആകുന്നു. സം ഓവർ സെൻസിറ്റീവ് പ്രൂവേഴ്സ് വിൽ ഗെറ്റ് എ ബാസിലർ ഹെഡേക്ക് ഇൻ ദ ഫസ്റ്റ് അവർ ആഫ്റ്റർ ടേക്കിംഗ് എ ഡോസ്. ചില ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില പ്രൂവേഴ്സ് എടുത്തു കഴിയുമ്പോൾ ഒരു ബാസിലർ ഹെഡേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും, തലയുടെ പിൻഭാഗത്ത് ഈ കുഞ്ചിയുടെ ഭാഗത്ത് വരുന്ന ഒരു മൈഗ്രെയിൻ പോലുള്ളൊരു ഹെഡേക്ക്. അതെങ്ങനെയാണ്? എടുത്തിട്ട് ആദ്യത്തെ ഡോസ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രൂവിങ്ങിന് വേണ്ടി ഒരു ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് 1 മണിക്കൂറിനകം അങ്ങനത്തെ വേദന, കുത്തിയുള്ള വേദന. സോ ദാറ്റ് ദേ കനോട്ട് റൈസ് ദ ഹെഡ് ഫ്രോം ദ പില്ലോ. ആ വേദനയുടെ ആധിക്യം കൊണ്ട് കിടന്ന കിടപ്പിൽ തലയിൽ നിന്നും തല ഉയർത്താൻ പറ്റില്ല. ദേ ആർ പാരലൈസ്ഡ് ഫ്രോം ഇറ്റ്. അതുകൊണ്ട് ഒരു പാരലിറ്റിക് കണ്ടീഷൻ വരെ ഉണ്ടാകും. ആൾ തളർന്നു പോകുന്നൊരവസ്ഥ, അത്രയ്ക്ക് രൂക്ഷമായൊരു വേദന. ദ പെയിൻ ഹോൾസ് ദം ഡം. ആ വേദന അവരെ പിടിച്ച് കിടത്തുകയാണ്. രോഗിയെ പിടിച്ച് കിടക്കയിൽ കിടത്തുന്ന, കൺഫൈൻ ചെയ്യുന്ന തരത്തിലുള്ള വേദന. അതാണ് ബാസിലർ ഹെഡേക്ക്. ദിസ് ഡസ് നോട്ട് കം ഓൺ ഇൻ മോസ്റ്റ് പ്രൂവേഴ്സ് അണ്ടിൽ ദ വെയിനിങ് ഓഫ് എ ലാർജ് ഡോസ്. ഇനി കൂടുതൽ ഈ വല്ലാതെ സെൻസിറ്റീവായ രോഗികളാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഭൂരിപക്ഷം പ്രൂവേഴ്സിലും വലിയൊരു ഡോസ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞല്ലാതെ ഇത് ഭൂരിപക്ഷം രോഗികളും വരാറില്ല. കൂടുതൽ സെൻസിറ്റീവായ ആളുകളിലാണ് മറ്റേ അവസ്ഥ 1 മണിക്കൂർ കൊണ്ട് വരുന്നത്. ദിസ് ഹാസ് ബീൻ ഡിബേറ്റ് ഓവർ ആസ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആക്ഷൻസ്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്, ഡിബേറ്റാണ്. ഒരു കൺക്ലൂസീവായിട്ടുള്ളൊരു കാര്യമല്ല. ഒന്ന് പ്രൈമറി, മറ്റേത് സെക്കൻഡറി. അപ്പോൾ തെറാപ്യൂട്ടിക്കൽ യൂസിൽ വരുമ്പോൾ ആ തരത്തിൽ വേണം അതിനെ കാണാൻ. വാട്ട് ഈസ് ദ ആക്ഷൻ ഇൻ വൺ ഈസ് ദ റിയാക്ഷൻ ഇൻ അനദർ. ഒന്നിലെ ആക്ഷൻ, ഒരു കേസിലെ ആക്ഷൻ എന്ന് പറയുന്നത് മറ്റൊന്നിൽ റിയാക്ഷനാണ്. മരുന്നിൻ്റെ ആക്ഷൻ, മറ്റതിൽ ആ പേഷ്യൻ്റ് അയാളുടെ വൈറ്റാലിറ്റി റിയാക്ട് ചെയ്യുന്നു. ഒന്നിൽ മരുന്നിൻ്റെ ആക്ഷൻ, മറ്റൊന്നിൽ വൈറ്റാലിറ്റിയുടെ റിയാക്ഷൻ. ബട്ട് ഓൾ ആർ ദ എഫക്റ്റ് ഓഫ് ദ ഡ്രഗ്. മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ആ കൊടുത്ത ഡ്രഗിൻ്റെ എഫക്റ്റാണ്. ചികിത്സയുടെ കാര്യത്തിൽ നമ്മൾ സിംറ്റംസ് എടുക്കുമ്പോൾ ആ ടോട്ടാലിറ്റിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം വരാം. ആൻഡ് ഓൾ ദ ആക്ഷൻസ് ദാറ്റ് ഫോളോ ആർ ദ സിംറ്റംസ് ഓഫ് ദ റെമഡി. കൊടുത്തിട്ട് പിന്നീട് കാണുന്ന ലക്ഷണങ്ങളെല്ലാം, അത് പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും ആക്ഷൻ ആയാലും റിയാക്ഷൻ ആയാലും, അതെല്ലാം ഔഷധത്തിൻ്റെ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസിൽ ഉൾപ്പെടുത്തി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ആ കാര്യത്തിൽ ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല. മറ്റൊരു അക്കാഡമിക്കൽ ഡിബേറ്റാണ്. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ളൊരു അക്കാഡമിക്കൽ തലത്തിലുള്ളൊരു ഡിബേറ്റായിട്ട് എടുത്താൽ മതി. ദ സ്ലഗിഷ്നെസ് ആൻഡ് പെയിൻലെസ്നെസ് ആർ മോസ്റ്റ് സ്ട്രൈക്കിംഗ്. ഏറ്റവും
സ്ട്രൈക്കിംഗ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന സെക്കൻഡറി സിംറ്റംസും റിയാക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മന്ദീഭവിച്ച ഒരു അവസ്ഥ, ആളാകെ മന്ദീഭവിച്ച അവസ്ഥയും വേദന അറിയാത്തൊരവസ്ഥയും ഇതുമാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ശ്രദ്ധേയമായ, ഒപ്പിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അവസ്ഥ അത് രണ്ടുമാണ്. മറ്റതെല്ലാം നമുക്ക് ഡിബേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, സെക്കൻഡറി ആയിട്ടോ റിയാക്ഷനായിട്ടോ ഒക്കെ. ദ ഇനാക്ഷൻ ഈസ് ഷോൺ ഇൻ ദ ലാക്ക് ഓഫ് റിയാക്ഷൻ ടു ദ പ്രോപ്പർലി സെലക്ടഡ് ഹോമിയോപ്പതിക് റെമഡി. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഉപയോഗം വരുന്നത്. ഒരു ഔഷധം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കേസ് ടേക്കിംഗ് നടത്തി റിപ്പർട്ടൈസ് ചെയ്ത് ഒരു ഔഷധം തിരഞ്ഞെടുക്കുന്നു. പക്ഷേ പേഷ്യൻ്റെ വൈറ്റൽ എക്കോണമിയിലോ റിയാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിനൊരു ലാക്ക് ഓഫ് റിയാക്ഷനായിട്ട് കണ്ടിട്ട്, ഒരു ഇന്നബിലിറ്റി ടു റിയാക്ട് ആയിട്ട് കണ്ട്, ഒരു ഇമ്പസൈൽ കണ്ടീഷനായിട്ട് കണ്ടിട്ട് അവിടെ ഒപ്പിയത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ്. അത് പ്രധാനപ്പെട്ടൊരു ഉപയോഗമാണ്. ഇറ്റ് ഹിയർ കോമ്പീറ്റ്സ് വിത്ത് സൾഫർ. ഈ കാര്യത്തിൽ സൾഫറുമായിട്ട് മത്സരിക്കുന്ന സാധനം ഒപ്പിയം. ഓൺ സ്റ്റഡിയിങ് ദ കേസ് യു മേ ഫൈൻഡ് മെനി ഒപ്പിയം സിംറ്റംസ് ആൻഡ് വെൻ ഗിവൺ ദസ് ഇൻഡിക്കേറ്റഡ് ഇറ്റ് റൗസസ് ദ സിസ്റ്റം ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ ആൻഡ് കോസ് റിയാക്ഷൻ. അപ്പോൾ ഒരു കേസ് പഠിച്ചു കഴിയുമ്പോൾ ഒപ്പിയത്തിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കണ്ടു, പക്ഷേ കൃത്യമായിട്ടൊരു ഒപ്പിയം കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണമെന്നില്ല. ഒപ്പിയം കൊടുക്കുമ്പോൾ അയാൾക്ക് ഇല്ലായിരുന്ന ആ വൈറ്റൽ റിയാക്ഷൻ ഉണ്ടാകുന്നു, അയാൾ കാണിക്കാതിരുന്ന സിംറ്റംസ് കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ സൾഫറിന് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ക്രോണിക് കേസസിൻ്റെ തുടക്കത്തിൽ, നീണ്ടൊരു അക്യൂട്ട് കേസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അവസാനത്തിലൊക്കെ സൾഫർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇല്ലാതെ ലേറ്റൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് പുറത്തു വരും. അത് സൾഫറിൻ്റെ ഒരു രീതിയിലല്ല, ആൻറ്റിസോറിക് എന്ന രീതിയിലല്ല. ഇവിടെ ഒരു മന്ദീഭവിച്ച അവസ്ഥ, ഇനാക്ടിവിറ്റി മാറുമ്പോൾ നേരത്തെ ഇനാക്ടിവിറ്റി മൂലം കാണിക്കാതിരുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നൊരവസ്ഥ. ആ തരത്തിലാണ് സൾഫറുമായിട്ട്, അല്ലാതെ അതിൻ്റെ ഒരു ആൻറ്റിസോറിക് നേച്ചർ വെച്ചുകൊണ്ടല്ല. അൾസേഴ്സ് വിച്ച് ആർ പെർഫെക്റ്റ്ലി പെയിൻലെസ്, വിച്ച് ഡു നോട്ട് ഗ്രാനുലേറ്റ് ആൻഡ് ഡു നോട്ട് ഈറ്റ് ഓർ സ്പ്രെഡ്, ദ നംബ്നെസ് ഓർ ലാക്ക് ഓഫ് സെൻസിബിലിറ്റി ഇൻ ദ അൾസർ ദാറ്റ് ഓട്ട് ടു ബി സെൻസിറ്റീവ്, ഒപ്പിയം വിൽ ഓഫൺ ഹീൽ. അതായത് വേദന, സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വ്രണം, ആ വ്രണത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അതിന് വേദന ഉണ്ടാകണം, സാധാരണ വേദന, പക്ഷേ രോഗിക്ക് വേദന ഇല്ല. കുഷ്ഠരോഗം പോലുള്ള അവസ്ഥകളിൽ വേദന അനുഭവിക്കില്ല. കണ്ടു കഴിഞ്ഞാൽ ആ രോഗി വല്ലാതെ വേദന അനുഭവിക്കുന്നതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും, പക്ഷെ വേദന അനുഭവിക്കില്ല, ഇനാക്ടിവിറ്റി. അതേപോലെ തന്നെ ഈ വ്രണം വലുതാകേണ്ടതാണ്, പക്ഷെ അത് വലുതാകുന്നില്ല. അവിടെ ആരോഗ്യകരമായ കോശങ്ങളെ അത് തിന്ന് അത് സ്പ്രെഡ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇനാക്ടിവിറ്റി, അത്തരവസ്ഥകളിൽ ഒപ്പിയം ഓഫൺ പലപ്പോഴും ഹീൽ ചെയ്യും. ഇൻസെൻസിബിലിറ്റി ഇൻ പാർട്സ് ദാറ്റ് ആർ ഇൻ എ ഹൈ ഗ്രേഡ് ഓഫ് ഇൻഫ്ലമേഷൻ. വല്ലാതെ ഇൻഫ്ലമേഷൻ സംഭവിച്ച്, വീക്കം സംഭവിച്ച് ഉയർന്ന ഗ്രേഡിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സ്ഥലത്ത് പോലും ഇൻസെൻസിബിലിറ്റി. അങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴേക്കും വല്ലാത്ത വേദന, അസ്വസ്ഥത ഉണ്ടാകണം. അവിടെയും ഒരു ഇൻസെൻസിബിലിറ്റിയാണ്, സംവേദനങ്ങളില്ലാത്ത, വേദനയോ മറ്റു പ്രയാസങ്ങളില്ലാത്തൊരവസ്ഥ. ആ അവസ്ഥകളാണ് ഒപ്പിയം കവർ ചെയ്യുന്നത്. പാരലിറ്റിക് കണ്ടീഷൻസ് ഓർ പാരസിസ്, പാർഷ്യൽ പാരലിസിസ്, ഇനാക്ടിവിറ്റി, സ്ലഗ്ഗിഷ്നെസ്. അപ്പോൾ തളർച്ചയുടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പരിണതിയാണ് തളർവാദം പോലുള്ള അവസ്ഥകൾ. കൂടുതലും ഒരു പാർഷ്യലായിട്ടുള്ള അവസ്ഥയാണ്, പാർഷ്യൽ പാരലിസിസ് ആണ്. ഇനാക്ടിവിറ്റി ഉണ്ടാകുന്നതാണ്. സ്ലഗ്ഗിഷ്നെസ്, ഒരു മന്ദീഭവിച്ചൊരവസ്ഥ. സച്ച് എ കണ്ടീഷൻ ഇസ് ഫൗണ്ട് ഇൻ ദ ബവൽസ് സോ ദാറ്റ് ദേ ഡു നോട്ട് മൂവ്. ഈ അവസ്ഥ വയറിലാണ് കാണുന്നത്, ബവൽസിൽ കാണും, അത് അനങ്ങുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും മലശോധന നടക്കുന്നില്ല. റെക്ടം ഫീൽസ് വിത്ത് റൗണ്ട് ഹാർഡ് ബ്ലാക്ക് ബോൾസ് ഉണ്ടോ, മലാശയത്തിൽ കറുത്ത നിറത്തിലുള്ള ഉണ്ട പോലുള്ള മലമിങ്ങനെ ഫോം ചെയ്ത് നിൽക്കുന്നു. ഇനാക്ടിവിറ്റി, ഒരുതരം പാരലിസിസ്, ബവൽസിലെ പാരലിസിസ്, അത് പെരിസ്റ്റാൾട്ടിക് മോഷൻ നടക്കുന്നില്ല. ഈ ഒരു സാഹചര്യം ഒരു ക്യാൻസർ ബാധിച്ച് അന്തിമസ്ഥിതിയിലുള്ള രോഗിയിൽ പ്രയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിയുമ്പോഴാണ് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി, അയാൾക്ക് ക്യാൻസറായിരുന്നു. അയാൾക്ക് വല്ലാത്ത വേദനയുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്, കുത്തിയുള്ള വേദന. ഒരു ഡോസ് എപ്പിസ് കൊണ്ട് ആ വേദനയ്ക്ക് ശമനം ഉണ്ടായി. പക്ഷേ എന്തെങ്കിലും ഒരു മല ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ ഇയാളുടെ ഇതിൽ പറയുന്നുണ്ട് വിരലുകൊണ്ട് തോണ്ടിയെടുക്കുക. ഞാനത് ചെയ്തു ആ രോഗിയിൽ. എന്നോടൊരു ബന്ധമില്ലാത്ത ഒരാളാണ്, 70 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. എനിക്കൊന്ന് ചെറിയ പ്രായമേ ഉള്ളൂ, 23 വയസ്സേ ഉള്ളൂ. തോണ്ടിയെടുത്തു ഇതേപോലുള്ള ബ്ലാക്ക് ബോൾസ്. അപ്പോൾ ഞാൻ ഒരു ഡോസ് ഒപ്പിയം
സംഘടിപ്പിച്ചു. നമ്മൾ പുറത്തുപോയി വാങ്ങാനൊന്നും പറ്റാത്തൊരു പ്രത്യേക ഒരു സാഹചര്യമായിരുന്നു. വാങ്ങി ഒപ്പിയം കൊടുത്തു. അത് 2-3 ഡോസ് ലോവർ പൊട്ടൻസി കൊടുക്കേണ്ടി വന്നു. ആ ഇനാക്ടിവിറ്റി മാറി അയാൾക്ക് മലശോധന ഉണ്ടായി. പിന്നീട് ഞാൻ അവിടെ നിന്ന് പോന്നു. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പിന്നീട് അറിഞ്ഞുകൂടാ. റെക്ടം ഫിൽസ് വിത്ത് റൗണ്ട് ഹാർഡ് ബ്ലാക്ക് ബോൾസ് വിച്ച് ക്യാൻ ബി ഡഗ് ഔട്ട് വിത്ത് ദ ഫിംഗർ ഓർ സ്പൂൺ. വിരൽ കൊണ്ടോ സ്പൂൺ കൊണ്ടോ മാത്രമേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിരൽ കൊണ്ട് പുറത്തെടുക്കാം എന്നതിൽ വായിച്ചൊരു ഓർമ്മയുണ്ടായതുകൊണ്ടാണ് ഞാനത് പുറത്തെടുത്ത് കൊടുത്തത്. ശരിക്കും ബ്ലാക്ക് ഹാർഡ് ബോൾസ്, കട്ടിയുള്ള മലം ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് പോയി. സ്പൂൺ കൊണ്ടും കളയാം. പിന്നീട് അയാൾക്ക് എനിമ കൊടുക്കാനുള്ളൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ എനിമാക്കാനൊന്നും സംഘടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അത് പറഞ്ഞു കൊടുത്തു. എനിമ എടുത്ത് നനഞ്ഞു കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദർ ഇസ് നോ ആക്ടിവിറ്റി, നോ എബിലിറ്റി ഓർ സ്ട്രെയിൻ അറ്റ് സ്റ്റൂൾ. അപ്പോൾ ആക്ടിവിറ്റി ഇല്ല, ഇനാക്ടിവിറ്റി കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ സ്റ്റൂളിനെ പുറത്താക്കാൻ സ്ട്രെയിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ. ആ വ്യക്തി അങ്ങനെയായിരുന്നു. അയാൾക്ക് സ്ട്രെയിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുന്നു, സ്ട്രെയിൻ ചെയ്ത് നോക്ക്. ഞാനും ചെറിയൊരു തോതിൽ അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അത് പറ്റുന്നില്ല അയാൾക്ക്. ഇന്നബിലിറ്റി ടു സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ദ ബ്ലാഡർ ഈസ് ഇൻ എ സിമിലർ സ്റ്റേറ്റ്. യൂറിനറി കാര്യങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ദർ ഇസ് നോ എബിലിറ്റി ടു യൂസ് ദ അബ്ഡോമിനൽ മസിൽസ്. അടിവയറ്റിലെ മസിൽസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബ്ലാഡറിൽ നിന്ന് യൂറിനെ എക്സ്പെൽ ചെയ്യിക്കാനും അയാൾക്ക് സാധിക്കുന്നില്ല. ഹി കനോട്ട് സ്ട്രെയിൻ ടു യൂറിനേറ്റ്, റിട്ടൻഷൻ ഓഫ് യൂറിൻ. അങ്ങനെ വരുമ്പോൾ മൂത്രം കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ടുള്ള വെപ്രാളവും പ്രയാസങ്ങളും ഒക്കെ. ആക്സലറേറ്റഡ് മസിൽസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് പാരസിസ്. ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് ഈ ശോധനകൾ, മൂത്രശോധനയും മലശോധനയൊക്കെ ഉണ്ടാക്കേണ്ട ആക്സലറേറ്റഡ് മസിൽസ് ഈ ഒരു മന്ദീഭവിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് ഒന്നും നടക്കാത്തൊരു സ്ഥിതി. വെൻ ഡ്രിങ്കിങ് ദ ഈസോഫാഗസ് സീം ടു ഹാവ് നോ ആക്ഷൻ. കുടിക്കുന്ന സമയത്ത് ഈ അന്നനാളത്തിന് ഇതേ അവസ്ഥ, ആ വെള്ളം ഇറങ്ങാത്ത അവസ്ഥ. ആൻഡ് ദ ഫ്ലൂയിഡ് ഡസ് നോട്ട് ഗോ ഡൗൺ ബട്ട് പാസസ് ഔട്ട് ത്രൂ ദ നോസ്. താഴേക്ക് പോകുന്നില്ല, ഇനാക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കുടിച്ച വെള്ളം കെട്ടിക്കിടന്നിട്ട് മൂക്കിലൂടെയും വായിലൂടെയൊക്കെ തന്നെ പുറത്തേക്ക് പോകും. അത് അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാം. പാരസിസ്. ഫ്ലൂയിഡ്സ് ഗോ ഡൗൺ ദ റോങ് വേ ഓർ ഔട്ട് ത്രൂ ദ നോസ്. തെറ്റായ വഴിയിലൂടെ പോകുന്നു. ശ്വാസകോശത്തിലേക്ക് പോകാം, അപകടകരമാകാം, അല്ലെങ്കിൽ മൂക്കിലൂടെ പുറത്തേക്ക് വരാം. വീക്ക്നെസ് ഓഫ് ലിംസ് ആൻഡ് മസിൽസ്, വീക്ക്നെസ് ആൻഡ് പാരലിസിസ്. ഇത് ഈ ആക്സലറേറ്റർ മസിലുകളിലും മറ്റുമൊക്കെ അല്ലാതെ തന്നെ മൊത്തത്തിൽ പേശികളുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഒരു തളർവാദത്തിൻ്റെ ഒരു അവസ്ഥ പോലും ഒപ്പിയത്തിനുണ്ടാകാം. അങ്ങനെ ഒപ്പിയത്തിന് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട വൈവിധ്യമാർന്ന പ്രയോഗങ്ങളുണ്ട്. കെൻറ്റ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് തരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകൾ അത് കേൾക്കാം. ഇതുവരെ ഈ പരമ്പര വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡുകൾ നിങ്ങൾ മറ്റ് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.